വർക്കല പാപനാശ തീരത്തെ ബലിമണ്ഡപത്തിന്റെ നിർമ്മാണം നിരവധി ആശങ്കകൾ ഉയർത്തുന്നുവെന്ന് ഹിന്ദു ഐക്യവേദിയും ഒരു വിഭാഗം നാട്ടുകാരും പറയുന്നു. വർക്കല കഹാർ MLA ചില പ്രത്യേക താൽപര്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുന്നതെന്നും ആരോപണമുയരുന്നു. അടുത്തിടെയാണ് വർക്കലയിലെ പാപനാശ തീരത്ത് ബലിമണ്ഡപത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് നടന്നത്. വർക്കല കഹാർ MLAയും കോൺഗ്രസുകാരും കൂടി ചില ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഇതിന് മുതിരുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദിയും നാട്ടുകാരും ആരോപിക്കുന്നത്. ഇപ്പോൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബലിമണ്ഡപം യഥാർത്ഥ ഭക്തരെ വെട്ടികളാക്കുന്നതാണെന്ന് ഇവർ പറയുന്നു. ബലിതർപ്പണ ചടങ്ങുകളുടെ പവിത്രതയെ ഹനിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഹിന്ദു ഐക്യവേദിയുടെ ആരോപണം. ഒരു കർക്കിടക ബലി സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലത്ത് വെറും 50,000 പേർക്കോ സംതിങ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഒരു അടിത്തറയുമില്ലാതെ ഒരു വൈകല്യമായ ഒരു ബലിമണ്ഡപ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെതിരെ തദ്ദേശവാസികളും ഹിന്ദു ജനങ്ങളും ഭക്തരും ദൈവഭക്തരുമായ എല്ലാ നാട്ടുകാരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടിയിൽ നടക്കുകയാണ്. അതൊന്നും മുഖവിലേക്കെടുക്കാതെ ശ്രീമാൻ വർക്കല കഹാർ MLAയും അദ്ദേഹത്തിന്റെ പാർട്ടിയും അധികാരം ഉപയോഗിച്ച് അതിനെതിരെ ജനവികാരത്തിനെ മാനിക്കാതെ യാതൊരു വിലയും കൽപ്പിക്കാതെ വില കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നിഷ്ടം നടപ്പിലാക്കുകയാണ്. അതിനെതിരെ ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങൾ ഒരാളും യാതൊരു കാരണവശാലും ഞങ്ങൾ അതിനെ അനുവദിക്കില്ല. എന്ത് വില കൊടുത്തും തടയുവാൻ ഞങ്ങൾ എന്ത് പ്രവർത്തനം ചെയ്യുമെന്ന് പറയുന്നു. ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. ഭക്തജനങ്ങളെയും നാട്ടുകാരെയും സഹകരിപ്പിക്കാതെ വിവിധയിടങ്ങളിൽ നിന്നും കോൺഗ്രസുകാരെ ഇറക്കി ശിലാസ്ഥാപന ചടങ്ങ് കോൺഗ്രസ് സ്പോൺസേഡ് പരിപാടിയാക്കി മാറ്റിയെന്നും ഇവർ ആരോപിക്കുന്നു. പ്രധാനമായിട്ടും ഇത്രയും പരിശുദ്ധമായ ഒരു പൈതൃക സമ്പത്തായുള്ള ഈ മല ഇടിച്ചിട്ട് ആ ഭാഗങ്ങളിൽ 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു മലിമണ്ഡപം കെട്ടുന്നത് ഇവിടെ തദ്ദേശവാസികളോ അല്ലെങ്കിൽ ക്ഷേത്രതന്ത്രിയോ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ദേവസ്വം മിനിസ്റ്ററോ പോലും ഈ ഉദ്ഘാടനത്തിന് വന്നില്ല എന്നുള്ളത് തന്നെ ഇവരാരും അറിയാതെ കുറച്ച് സ്വകാര്യ വ്യക്തികളുടെ താല്പര്യം മാത്രം മുൻനിർത്തി ചെയ്തതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമായ ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ബലിതർപ്പണങ്ങൾ ഓരോ കർക്കിടകത്തിനകത്ത് 2500ഓളം തന്ത്രികൾ വരുന്ന സ്ഥലത്ത് 50 പേർ മാത്രം ഇരിക്കുന്ന ഒരു തന്ത്രിക്ക് ഇരിക്കാവുന്ന ഒരു ബലിമണ്ഡപം 1,33,00,000 രൂപ കൊടുത്ത് ചെലവാക്കുന്നതിന്റെ സംശുദ്ധത സാധാരണപ്പെട്ട എന്നെ പോലുള്ള ഭക്തജനങ്ങൾക്കും വിശ്വാസികൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് നിഗൂഢ ഉദ്ദേശത്തോടുകൂടി ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടൂറിസത്തിന്റെ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. രണ്ടാമത് ഈ ഞങ്ങളുടെ തദ്ദേശവാസികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിന്റെ പത്മതീർത്ഥക്കുളം അത് നവീകരിക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ഞങ്ങളുടേത്. അതിനുവേണ്ടി ഞങ്ങൾക്ക് 1.5 കോടി രൂപ വേണം. ഈ ടൂറിസത്തിന്റെ പൈസ എന്തുകൊണ്ട് വകമാറ്റി ദേവസ്വം ബോർഡിന്റെ ഈ ക്ഷേത്രക്കുളം പരിപാലിക്കാതെ ഞങ്ങൾ ആരും ആവശ്യപ്പെടാത്ത ഒരു സംരംഭത്തിന് ഇവിടെ ഇറങ്ങി എന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പാപനാശക്കടപ്പുറത്ത് ബലിമണ്ഡപം നിർമ്മിക്കാൻ ദേവസ്വം ബോർഡിന് കൂടി എതിർപ്പാണെന്നും ടൂറിസത്തിന്റെ പേരിൽ തീരത്തിന്റെ പവിത്രതയെ തകർക്കാൻ അനുവദിക്കില്ലെന്നും ഹിന്ദു ഐക്യവേദി നേതാക്കൾ പറഞ്ഞു. AC ന്യൂസ് വർക്കല.